വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തൻ്റെ യാത്രയ്ക്കിടെ ഒരു ദിവസം രാത്രിയിൽ ഒരു പള്ളിയിൽ താമസിക്കാൻ വേണ്ടി കയറി. അവിടെയുള്ള കാവൽക്കാരൻ ഇത് ഇമാം അബൂ ഹനീഫയാണെന്നുള്ള യാതൊരു തിരിച്ചറിവ് അദ്ദേഹത്തിനിക്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇയാളൊരു മുസാഫിറാണെന്ന് കരുതികൊണ്ട് ഇവിടെ ഒരിക്കലും താമസിക്കാൻ അനുവദിക്കില്ല എന്ന് ആ കാവൽക്കാരന് പറയണം. കുറേ ശ്രമിച്ചു നോക്കി, കുറേ പറഞ്ഞു നോക്കി, എനിക്ക് വല്ലാത്ത ക്ഷീരമുണ്ടോ, ഇന്നത്തെ രാത്രിയിൽ എവിടെയാണെങ്കിലും ഒരു ചെറിയൊരു സ്ഥലം കിട്ടിയെങ്കിൽ ഞാൻ ഇന്നിവിടെ കിടന്ന് ഞാൻ നാളെ രാവിലെ പോയിക്കോളാം എന്ന് വളരെ ദയനീയമായ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് അദ്ദേഹത്തിനോട് യാചിച്ചു നോക്കി. പക്ഷെ ഒന്നും അദ്ദേഹം ശ്രമിക്കുന്നില്ല. നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് പറയുന്നു. അവസാനം ഏതായാലും അദ്ദേഹത്തിൻ്റെ അധികാരമാണല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ പള്ളിയിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് ഇതൊക്കെയും ഈ സംഭവങ്ങൾക്ക് ദൂരയിൽ നിന്ന് അവിടെയുള്ള ഒരു കടക്കാരൻ, ഒരു കടയുമായിട്ട് ജോലി ചെയ്തിരിക്കുന്ന ഒരു കടക്കാരൻ അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് അവിടെ നിന്ന് പുറത്താക്കിയത് അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്ത വേദനായിപ്പോയി. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ കടയിലേക്ക് വിളിക്കുകയും അവിടുന്ന് പറയുന്നുണ്ട്, ഇന്നത്തെ രാത്രി നിങ്ങൾ ഇവിടെ താമസിക്കും, ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ഇവിടെ താമസിച്ച് രാവിലെ പോയിക്കോ എന്ന് ആ കച്ചവടക്കാരൻ ബഹുമാനപ്പെട്ടവരോട് അങ്ങനെ സമാധാനം പറഞ്ഞു. ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം ഇന്നൊരു വിശ്രമിക്കാൻ ഒരു ഇടം കിട്ടിയല്ലോ, അത് എവിടെയാണെങ്കിലും പ്രശ്നമല്ല. അങ്ങനെ കുറേ നേരം ആ കച്ചവടക്കാരനോട് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനോട് വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണെന്ന് യാതൊരു വിവരം ആ കച്ചവടക്കാരനിക്കില്ല. അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിലൊക്കെ അദ്ദേഹം വലിയ കച്ചവടക്കാരനാണല്ലോ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ഇങ്ങനെ പറയണം, ധാരാളം അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയും ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ശ്രദ്ധിച്ചു. അങ്ങനെ കുറേ നേരം ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ഇങ്ങനെ കൂടുതലായി വരികയാണ്. അത് വല്ലാത്ത അത്ഭുതമായി, സന്തോഷമായി ഇങ്ങനെ ഒരു കച്ചവടക്കാരനെ കണ്ടപ്പോൾ അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ സംസാരത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ല, നിങ്ങളുടെ വായിൽ നിന്ന് ഞാൻ കുറേ ഇസ്തിഗ്ഫാർ കേട്ടു, എന്നെ നിങ്ങൾ അങ്ങനെ ചെല്ലാനുള്ള കാരണം, അങ്ങനെ ചെല്ലിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറയാം, എനിക്ക് വല്ലാത്ത സന്തോഷമാണ് ഇസ്തിഗ്ഫാർ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് മനസ്സിന് എന്തോ സന്തോഷം. എന്ന് മാത്രമല്ല, ഈ ഇസ്തിഗ്ഫാർ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അല്ലാഹുവിനോട് എന്തെല്ലാം ചോദിച്ചിട്ടുണ്ടോ അതൊക്കെയും എൻ്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടെ പറയാണ്. അതൊക്കെയും എൻ്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്നുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ബാക്കിയൊക്കെ എൻ്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുണ്ട്, പക്ഷെ ആ കാര്യം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അതൊരു ബേജാറ് അല്ലാതെ എനിക്ക് വേറെ ഒരു ബേജാറുമില്ല. എല്ലാം ഞാൻ ഇസ്തിഗ്ഫാർ കൊണ്ട് നേടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയണം. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, അല്ല, നിങ്ങൾ എന്താണ് ആ ചോദിച്ച കാര്യം? അപ്പോഴാണ് അദ്ദേഹം പറയാം, ഞാൻ കുറേ കാലങ്ങളായി ഞാൻ അബൂ ഹനീഫ ഇമാമിനെ കാണാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അദ്ദേഹത്തിനൊന്നും എനിക്ക് കണ്ടുകിട്ടാൻ ഞാൻ റബ്ബിനോട് എന്നും ചോദിക്കുകയാണ്, പക്ഷെ അതൊന്നും ഇതുവരെ എനിക്ക് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് വളരെ സന്തോഷത്തോടു കൂടെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആ ദുആയ്ക്കും അള്ളാഹു ഉത്തരം നൽകിയിട്ടുണ്ട്. ഇതൊക്കെയും ഇങ്ങനൊരു സംഭവം, ഞാൻ ആ പള്ളിയിലേക്ക് കയറിയതും അവിടെ നിന്ന് അദ്ദേഹം എന്നെ ആട്ടി ഓടിച്ചതും അതൊക്കെയും നിങ്ങൾ ഇസ്തിഗ്ഫാർ പറഞ്ഞ് നിങ്ങൾ റബ്ബിനോട് എന്നും ചോദിച്ചതിൻ്റെ പ്രതിഫലമായിരിക്കാം ഇന്ന് നിങ്ങളെ കൂടെ താമസിക്കാൻ എൻ്റെ റബ്ബ് ഇങ്ങനൊരു കണക്ക് കൂട്ടിയിട്ടുള്ളത്. അതേ, നിങ്ങളാ ഉദ്ദേശിച്ച അബൂ ഹനീഫ ഞാനാണെന്ന് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറയാണ്. അദ്ദേഹത്തിനിക്ക് വല്ലാത്ത സന്തോഷമാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇനിയും ഈ ഇസ്തിഗ്ഫാർ ഇങ്ങനെ നിങ്ങൾ ദായിമയാക്കണം, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം നന്മകൾ
ഇനിയും ധാരാളം വരും എന്ന് ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന് സൂചിപ്പിക്കണം. ഈ സംഭവത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഇസ്തിഗ്ഫാർ കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത കാര്യം അതേ നമുക്കും അത് ബാധകമാണ്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ദുന്യവിയായ ഉഖ്റവിയായ കുറേ നേട്ടങ്ങൾ അതുകൊണ്ട് കൈവരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നതിന് വലിയ തെളിവാണ് ഈ സംഭവം, ഈ ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവനറിഞ്ഞ് ധാരാളം ഇസ്തിഗ്ഫാർ പറയാനും അതിൻ്റെ നേട്ടങ്ങൾ കൊയ്തെടുക്കാനും തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.